ഹലോ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പക്ഷെ ഇപ്പം യൂട്യൂബിലെല്ലാം എല്ലാവരും ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന ഗുരുവായൂരുണ്ടായ ഒരു പ്രശ്നമാണ് ജസ്ന സലീമിൻ്റെ. എനിക്ക് ഒന്ന് രണ്ട് കാര്യം മാത്രം വ്യക്തമാക്കി കിട്ടിയാൽ മതി. ഒന്ന്, ഈ കുട്ടി ഒരേ രൂപത്തിലുള്ള പടം മാത്രമേ വരയ്ക്കുകയുള്ളൂ. ഇവർക്ക് ഒരു പടം മാത്രം വരയ്ക്കാൻ അറിയാവുള്ളൂ. കൃഷ്ണന് പല രൂപമില്ലേ, അതെന്തുകൊണ്ട് അവർ വരയ്ക്കുന്നില്ല? രണ്ട്, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഇവർക്ക് ഭർത്താവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഭർത്താവ് എവിടെ? അവരെന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? അതുപോലെ ഇവർക്ക് ഹിന്ദു കണ്ണനാണ് ദൈവമെങ്കിൽ കണ്ണനെ വേണ്ടി മതം മാറി അവർ കണ്ണനെ ആരാധിക്കണം. എന്നിട്ട് ഗുരുവായൂരകത്ത് കയറി ആ ഭക്തി കാണിക്കണം. അതിനുള്ള കഴിവ് എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല? ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് അന്ന് മുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കള്ളത്തരമാണ്, ഇവരുടെ അഭിനയമാണ്, ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. അവർ പൈസ ഉണ്ടാക്കിക്കോട്ടെ, അതെന്തിനാ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് പൈസ ഉണ്ടാക്കണം? ഗുരുവായൂർ വെളിയിൽ നിന്നാൽ പോരെ? അവർക്ക് പൈസ പല വിധത്തിലുണ്ടാക്കാമല്ലോ. അമ്പലത്തിനകത്ത് കയറി ഈ ബഹളം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ടെന്ന് പറയുന്നു. ആ കുട്ടികളെവിടെ? ഒരു കുട്ടികളെ കാണിക്കുന്നില്ല. ഈ കൃഷ്ണൻ്റെ പടം അവരെങ്ങനെ വരയ്ക്കുന്നത്? വേറെ ആരോ വരച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രേസ് ചെയ്ത് വരയ്ക്കുന്നത്. ഇതൊന്നുമല്ല. ഞാൻ അവരെ വെല്ലുവിളിക്കാം. ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് അവർ വന്ന് ഞാൻ കൊടുക്കുന്ന പേപ്പറിൽ, ഞാൻ കൊടുക്കുന്ന പേന, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പെൻസില്, ഞാൻ കൊടുക്കുന്ന കളറ് വച്ച് ഞാൻ പറയണ കൃഷ്ണൻ്റെ രൂപം അവർക്ക് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അവർ വന്ന് പറയട്ടെ, ഞാൻ ചെയ്യാമെന്ന്. ഞാൻ അതിന് തയ്യാറാണ്. ഈ വെല്ലുവിളി അവർ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. പിന്നെ മുസ്ലിം മതത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്യും ഇപ്പം? അവർ ഈ ഗുരുവായൂർ കയറി നടന്നിട്ടൊന്നും ആരെയും പുറത്താക്കുന്നില്ലേ? ഹിന്ദു മതത്തിൻ്റെ പേര് പറഞ്ഞാൽ പുറത്താക്കുന്ന ആൾക്കാരാണല്ലോ ഉസ്താദന്മാർ. അവരൊക്കെ എവിടെ ഇപ്പം? ഇവർ മുസ്ലിം അല്ലേ യഥാർത്ഥത്തിൽ? വെറുതെ വേഷം കെട്ടാണോ അമ്പലങ്ങൾ നശിപ്പിക്കാനായിട്ട്? ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പവിത്രത എന്തിനു നശിപ്പിക്കുന്നു? അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ക്ഷമിക്കുക.